ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ വ്യാപകമായി ചെയ്യാണ്. സഭാ വസ്ത്രങ്ങൾ അണിഞ്ഞ് കന്യാസ്ത്രീകന്മാർക്കോ അച്ഛന്മാർക്കോ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് രാജ്യത്തുടനീളം. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെ അരമനയിൽ പോയി ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവരാണോ ജാമ്യം കൊടുക്കുന്നത്? ഇവരുടെ സർക്കാരല്ലേ ഇവരെ ജയിലിലാക്കിയത്. അവർ ശക്തിയായി എതിർത്തിട്ട് ഇല്ലാത്ത കേസ് അവരുടെ തലയിൽ കെട്ടിവെച്ച് NIA കോടതിയിലേക്ക് വിടണം എന്ന് ഗവൺമെൻറ്റല്ലേ ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഇവർ ഈ പറയുന്നതിന് എന്താ അർത്ഥം? ഇപ്പം കൈ മലത്തി കാണിക്കുക കേക്കുമായിട്ട് പോയ ആള്. എന്ത് രാഷ്ട്രീയ മുതലെടുപ്പ് അതിൻ്റെ അകത്ത്? 2 കന്യാസിമാർ ജയിലിലാണ്. അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായികളെ പറ്റി ഞങ്ങൾ പണ്ട് പറഞ്ഞത് ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ ഓർമ്മപ്പെടുത്തണ്ടേ? തീർച്ചയായിട്ടും വലിയ ആശങ്കയിലാണെന്ന്. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർലമെന്റ് മെമ്പർമാരുടെ 2ാമത്തെ ഡെലിഗേഷൻ അവിടെയുണ്ട്, ഇന്നുണ്ട്. 2ാമത് MP-മാരുടെ ഡെലിഗേഷൻ പോയിട്ടുണ്ട്. ഈ കന്യാസ്ത്രീമാർ പ്രതിനിധീകരിക്കുന്ന 2 നിയോജകമണ്ഡലങ്ങളിലെ MLA-മാർ റോജി M. ജോണും അതുപോലെ സജീവ് ജോസഫും അവിടെ ദിവസങ്ങളായിട്ട് അവിടെ ക്യാമ്പിയാണ്. ഇവരുടെ നിയമസഹായവും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് വേണ്ടി ഹാജരാകുന്നത്. അപ്പോൾ ഇന്ന് NIA കോടതിയിൽ അവർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് MP-മാർ ആദ്യത്തെ പരിപാടിയിൽ ഉണ്ടായിരുന്നല്ലോ. അവിടെയുള്ള കോൺഗ്രസിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവിടുത്തെ ചോദിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അവിടുത്തെ PCC പ്രസിഡന്റ്, അവിടുത്തെ ചാർജുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി, ഇവരെല്ലാവരും നമ്മുടെ MP-മാരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലുമായിട്ട് ഞാൻ തന്നെ ഫോണിൽ സംസാരിച്ചു. ഭൂപേഷ് ബാഗലുമായിട്ട് അവരെല്ലാം മുൻ മുഖ്യമന്ത്രി അടക്കം വന്ന് നിൽക്കുകയാണ് നമ്മുടെ ഡെലിഗേഷൻ്റെ അവിടെ. പിന്നെ ഛത്തീസ്ഗഡിലെ നേതാക്കൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞില്ല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അവർ മുഴുവൻ സമയം അവരുടെ കൂടെ തന്നെ, ഈ ഡെലിഗേഷൻ്റെ കൂടെ തന്നെ ആളുകളെ കാണുന്നതിന് വേണ്ടിയിട്ട്, അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സമയത്ത് അവരെ കൂടെ ഉണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ ഫോണിൽ സംസാരിച്ചല്ലേ അദ്ദേഹത്തെ. അവരെല്ലാം ഇവർക്ക് നിയമപരമായ സഹായം കിട്ടുന്നതിന് വേണ്ടി പുതിയ കഥയാണ്, വേറെ കഥയൊന്നും ഇല്ലാണ്ട് രാവിലെ ഏതോ ഒരു കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫുൾ ടീം അവിടെ ഉണ്ട്. അതിനല്ലേ പറഞ്ഞ കഥയാണെന്ന്. ഞാൻ ഇവിടെയാണെങ്കിലും വരുമോ? എന്തിനാ അവര് സംസാരിക്കുന്നത്? വിവിധ വിഷയങ്ങളിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.